Hi dears, welcome back. This is 90th part of our online class for informatics. We have been discussing input devices. In previous class, we had gone through some input devices, keyboard, pointing devices such as mouse and graphic tablet. Here in this video, we try to understand some other input devices for image, audio and video files. കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റുകൾ ഇൻപുട്ട് ചെയ്യുന്ന കീബോർഡ് അതുപോലെ മറ്റു ചില പോയിന്റിംഗ് ഡിവൈസുകളൊക്കെയാണ് പരിചയപ്പെട്ടത്. ഇവിടെ ഇമേജ്, വീഡിയോ, ഓഡിയോ ഫയലുകളൊക്കെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ചില ഡിവൈസുകളെയാണ് പരിചയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇമേജ് സ്കാനർ. സ്കാനേഴ്സ് നമുക്കറിയാം, ഫോട്ടോസ്, മറ്റു ഇമേജുകൾ, ടെക്സ്റ്റിൻ്റെ, നോട്ടിൻ്റെ, മറ്റു ബുക്സിൻ്റെയൊക്കെ ഇമേജുകളൊക്കെ നാം സ്കാൻ ചെയ്യാറുണ്ട്. അതുപോലെ സർട്ടിഫിക്കറ്റുകളും മറ്റു പല ഡോക്യുമെന്റ്സുകളും നാം സ്കാൻ ചെയ്യാറുണ്ട്. ഫോട്ടോ കോപ്പി എടുക്കുന്നതും ഇത്തരം സ്കാനിങ്ങിന് ശേഷമാണ്. അപ്പോൾ സ്കാനർ ഇമേജ് ഫയലുകൾ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. Here we have a simple definition for image scanner. A image scanner or scanner is a device that optically scan image, printed text, handwriting or an object and convert it to a digital image. ഇമേജുകൾ, പ്രിന്റഡ് ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ്, മറ്റു ഒബ്ജക്റ്റുകൾ, അതിൻ്റെ ഇമേജുകൾ സ്കാൻ ചെയ്യുന്ന ഡിവൈസാണ് സ്കാനർ എന്ന് പറയുന്നത്. അതിനുശേഷം ആ സ്കാൻഡ് ഡോക്യുമെന്റ്സിനെ ഡിജിറ്റൽ ഇമേജ് ആക്കിക്കൊണ്ട് കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നു. There are variety types of scanners available now, and here some of the commonly available types of scanners are described below. First one, drum scanner. അതിൽ ഫസ്റ്റ് വരുന്നത് ഡ്രം സ്കാനർ. ഡ്രം സ്കാനർ എന്നാൽ ഡ്രം ഷേപ്പിലുള്ള ചില ട്യൂബ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്കാനിങ് നടത്തുന്നതാണ് ഡ്രം സ്കാനേഴ്സ്. ഒരു ഓൾഡ് വേർഷനാണ്, ഇപ്പോൾ അത്ര പ്രചാരത്തിലില്ലാത്ത ഒരു മോഡൽ സ്കാനറാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് അതിൻ്റെ ഫീച്ചേഴ്സൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് എന്താണ് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ രൂപം കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ ഫോട്ടോ മൾട്ടിപ്പിയർ ട്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്കാനിങ് നടത്തുന്നതാണ് ഡ്രം സ്കാനേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കാൻ ചെയ്യപ്പെടേണ്ട ഡോക്യുമെന്റ്സ് അതിൽ പതിപ്പിച്ചതിന് ശേഷം ഈ ട്യൂബ്സ് പിന്നെ ഒരുപാട് ടൈമിൽ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഇമേജ് റെക്കോർഡ് ചെയ്യുകയും ദെൻ അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഡ്രം സ്കാനേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഫോട്ടോ മൾട്ടിപ്പിയർ ട്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ക്യാച്ച് ചെയ്യുന്ന സ്കാനേഴ്സ് ആണ് ഡ്രം സ്കാനേഴ്സ് എന്ന് പറയാം. ഇൻ മോസ്റ്റ് മോഡേൺ കളർ ഡ്രം സ്കാനേഴ്സ് 3 മാച്ച്ഡ് PMTകളിൽ തന്നെ 3 മാച്ച്ഡ് കളേഴ്സ് ആണ് ഇന്ന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ റെഡ്, ബ്ലൂ, ഗ്രീൻ ഈ ഓർഡറിലാണ് അത് ക്യാച്ച് ചെയ്യുന്നത്. അതായത് ഈ കോപ്പി ചെയ്യപ്പെടേണ്ട ഇമേജിലെ റെഡ് കളർ ആദ്യം ക്യാച്ച് ചെയ്തതിനു ശേഷം ദെൻ ബ്ലൂ, ദെൻ ഗ്രീൻ ഈ ഓർഡറിലായിരിക്കും അത് കളർ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ മൾട്ടിപ്പിയർ ട്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇമേജുകൾ ക്യാച്ച് ചെയ്യുന്ന സ്കാനേഴ്സ് ആണ് ഡ്രം സ്കാനേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡൽ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫ്ലാറ്റ് ബെഡ് സ്കാനർ. ഫ്ലാറ്റ് ബെഡ് സ്കാനറാണ് ഇന്ന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫോട്ടോ കോപ്പി മെഷീനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ടെക്നോളജിയാണ് ഇന്ന് കൂടുതലും ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ ഗ്ലാസ് പാന്, ആ ഗ്ലാസ് പാനിൻ്റെ താഴെ ഭാഗത്തും ചില സെൻസർ ലൈറ്റുകൾ, ദെൻ ഇമേജ് ക്യാപ്ചർ ടെക്നോളജികളായ ചാർജ് കപ്പിൾ ഡിവൈസ് ഓർ കോണ്ടാക്ട് ഇമേജ് സെൻസർ ഇവ ഉപയോഗിച്ചാണ് ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സുകളിൽ ഇമേജുകൾ കോപ്പി ചെയ്യപ്പെടുന്നത്. അതായത് ഈ ഗ്ലാസ് പാനിൽ കോപ്പി ചെയ്യപ്പെടേണ്ട ഇമേജുകൾ, ഡോക്യുമെന്റ്സുകൾ അത് ആ ഗ്ലാസ് പാന് ഫേസ് ആയിട്ട് കമഴ്ത്തി വെക്കുന്നു. ആ ഗ്ലാസ് പാനിന്റെ താഴ്ഭാഗത്തും ചില സെൻസർ ലൈറ്റുകൾ എലിമിനേറ്റ് ചെയ്യുന്നു. അതോടെ അതിന്റെ താഴ്ഭാഗത്തുള്ള ചാർജ് കപ്പിൾ ഡിവൈസ് ഓർ കോണ്ടാക്ട് ഇമേജ് സെൻസർ ഇതിലേതെങ്കിലും ഒരു സർക്യൂട്ടുകൾ അതിന്റെ താഴ്ഭാഗത്തൂടെ മൂവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ ലൈറ്റിന്റെ സഹായത്തോടു കൂടി ഈ സർക്യൂട്ട് ഇമേജുകൾ ക്യാച്ച് ചെയ്യുന്നു. അവ ഇലക്ട്രിക്കൽ സിഗ്നൽസുകളായിട്ട് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ടിലേക്ക് നൽകുന്നു. CCD ചാർജ് കപ്പിൾ ഡിവൈസ് എന്നാൽ ഒരു ഇമേജ് ക്യാപ്ചർ ടെക്നോളജിയാണ്. ലൈറ്റ് സെൻസിറ്റീവ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയാം. ഈ സർക്യൂട്ടാണ് ഇമേജുകൾ സ്റ്റോർ ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്. അങ്ങനെ ഈ പിക്സൽ ഇമേജുകളെ ഇലക്ട്രിക്കൽ സിഗ്നൽസുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഇത്തരം സർക്യൂട്ടുകളാണ്. CIS കോണ്ടാക്ട് ഇമേജ് സെൻസറും ഇതുപോലെ ഒരു ഇമേജ് സെൻസർ തന്നെയാണ്. ആൻഡ് ഹിയർ CIS ഈസ് മച്ച് സ്മോളർ ദാൻ CCD.
ആൻഡ് പ്രത്യേകിച്ച് പോർട്ടബിൾ ഡിവൈസിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് CCD ആണ്. CCDക്ക് ലോ പവർ മതി. അപ്പോൾ ഈ ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ് ആണ് ഇന്ന് കൂടുതൽ ഫോട്ടോകോപ്പി മെഷീനിലും സ്കാനിങ് ഡിവൈസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹാൻഡ് സ്കാനർ. ഹാൻഡ് സ്കാനർ മാനുവൽ ഡിവൈസ് ആണ്. അതായത് കോപ്പി ചെയ്യപ്പെടേണ്ട ഡോക്യുമെന്റ്സ്, ഇമേജുകൾ അതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ ഈ ഹാൻഡ് സ്കാനർ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു, അതിനെ മൂവ് ചെയ്യുന്നു. ദെൻ ഇതിലൊരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്ത് ഓൺ ആക്കിയതിന് ശേഷം കോപ്പി ചെയ്യപ്പെടേണ്ട മാഗസിൻ ഓർ ബുക്ക് എനി ഒബ്ജക്റ്റ് അതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ കോപ്പി ചെയ്യപ്പെടേണ്ട ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കോപ്പി ചെയ്യപ്പെട്ട് ഇലക്ട്രിക് സിഗ്നൽസുകളായി ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഭാഗത്തേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു. ഒരു പെൻ പോലെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ് ഹാൻഡ് സ്കാനർ. നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ആണ് ഡിജിറ്റൽ ക്യാമറ. ഇപ്പം നാം ചർച്ച ചെയ്തതുപോലെ ഡിജിറ്റൽ ക്യാമറയും ഇമേജ് സൈസിലുള്ള ഫയലുകളെ ഇൻപുട്ട് ചെയ്യുന്ന ഡിവൈസാണ്. ഇറ്റ് ക്യാൻ റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർ ഫോട്ടോഗ്രാഫിക് ഇമേജസ് ഇൻ ഡിജിറ്റൽ ഫോം ദാറ്റ് ക്യാൻ ബി ഫെഡ് ടു എ കമ്പ്യൂട്ടർ ഫോർ വ്യൂയിങ് ആൻഡ് പ്രിന്റിംഗ്. ഡിജിറ്റൽ ക്യാമറ എന്നാൽ കോപ്പി ചെയ്യപ്പെടുന്ന ഇമേജുകൾ ഡിജിറ്റൽ ഫോമിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നാണ് ഡിജിറ്റൽ ക്യാമറയുടെ പ്രത്യേകത. മുൻകാലങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഫിലിം ക്യാമറകൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. അതിൽ ഇമേജുകൾ കോപ്പി ചെയ്യപ്പെടുന്നത് നേരെ ഫിലിംസുകളിലേക്കാണ്. അത്തരം ഫിലിമുകളിൽ കോപ്പി ചെയ്യപ്പെടുന്ന ഇമേജുകൾ പിന്നെ കഴുകിയെടുക്കാന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഷീറ്റുകളിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ സെൻസറുടെ സഹായത്തോടു കൂടി ഇമേജുകൾ കോപ്പി ചെയ്യപ്പെടുകയും ആ കോപ്പി ചെയ്യപ്പെട്ട ഇമേജുകൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട് കമ്പ്യൂട്ടറിലേക്ക് കൂടുതൽ വ്യൂയിങ്, എഡിറ്റിംഗ് നടത്താൻ വേണ്ടി, പ്രിന്റ് ചെയ്യാൻ വേണ്ടി നൽകുകയും ചെയ്യുന്ന ഡിവൈസാണ് ഡിജിറ്റൽ ക്യാമറ. ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസാണ് മൈക്രോഫോൺ. മൈക്രോഫോൺ നമുക്കറിയാം, മൈക്ക് എന്ന് നമ്മൾ വിളിക്കാറുള്ള മൈക്രോഫോൺ സൗണ്ട് ഡാറ്റകളെ ഇൻപുട്ട് ചെയ്യുന്ന ഡിവൈസാണ്. Microphone is acoustic to electronic transducer or sensor that convert sound into an electrical signal. അക്കോസ്റ്റിക് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ശ്രവണ സംബന്ധമായ സൗണ്ട് റിലേറ്റഡ് ആയ ഓഡിയോ ഫയൽസ് എന്നർത്ഥം. അപ്പോൾ അക്കോസ്റ്റിക് ടു ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഓർ സെൻസർ എന്നാൽ അക്കോസ്റ്റിക് സിഗ്നൽസിനെ ഓഡിയോ ഫയലുകളെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്ന, അതുപോലെ നേരെ വേഴ്സ് ആയിട്ടും ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഓഡിയോ ഫയലായിട്ടും കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ്. ട്രാൻസ്ഡ്യൂസർ എന്നാൽ എനർജികളെ മറ്റു സിഗ്നൽസിനെ മറ്റു ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ എന്നർത്ഥം. ഈ മൈക്രോഫോണിന്റെ ടെക്നോളജിയാണ് ഇന്ന് കാണുന്ന ടെലിഫോണുകളിൽ, അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസുകളിൽ, ഹിയറിംഗ് എയ്ഡ്സുകളിൽ, അതുപോലെ മോഷൻ പിക്ചർ പ്രൊഡക്ഷൻ, വീഡിയോ റെക്കോർഡിങ്ങുകളിൽ, അതുപോലെ റേഡിയോ, ടെലിവിഷൻ, ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത്, അതുപോലെ കമ്പ്യൂട്ടറിലേക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന മറ്റു പാട്ടുകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് ഈ ഒരു മൈക്രോഫോൺ തന്നെയാണ്. ഈ ഓഡിയോ ഫയലുകളെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള സൗകര്യം വന്നതോടുകൂടി കമ്പ്യൂട്ടർ ഇൻപുട്ടിംഗ് രംഗത്ത് വലിയ മാറ്റങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ഈവൻ ഇറ്റ് ഓൾമോസ്റ്റ് ഫുള്ളി റീപ്ലേസ് ദ കീബോർഡ് ആൻഡ് മൗസ്. കീബോർഡിൻ്റെയും മൗസിൻ്റെയും ഉപയോഗം കുറയ്ക്കുക, അതിനെ റീപ്ലേസ് ചെയ്യുക വരെ ചെയ്തിട്ടുണ്ട്. കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റകൾ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളിൽ, എസ്പെഷ്യലി ലാംഗ്വേജ് അറിയാത്ത പ്രശ്നങ്ങൾ, ടൈപ്പിംഗ് അറിയാത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റു ഫിസിക്കൽ പ്രോബ്ലംസ് ഉള്ള ആളുകൾക്കൊക്കെ ഇത്തരം വോയിസ് ഇൻ ഓർ സ്പീച്ച് റെക്കഗ്നിഷൻ ടെക്നോളജി വലിയ സഹായം തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കീബോർഡിൽ വരെ ഇത്തരം വോയിസ് റെക്കഗ്നിഷൻ ടെക്നോളജി വന്നതോടുകൂടി ടെക്സ്റ്റ് ആയി മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്നതിനേക്കാൾ നമുക്കൊക്കെ ഏറ്റവും സൗകര്യം, വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നത് വോയിസ് രൂപത്തിലുള്ള ഫയലുകൾ സെൻഡ് ചെയ്യുന്നതിലൂടെയാണ്. നെക്സ്റ്റ് നാം പരിചയപ്പെടുന്ന ഇൻപുട്ട് ഡിവൈസാണ് ബ്ലൂടൂത്ത് ഡിവൈസ്. ഡാറ്റകൾ ഇൻപുട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു വയർലെസ് കണക്ഷനാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഡിവൈസുകൾ തമ്മിൽ ഡാറ്റകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു വയർലെസ് കണക്ഷനാണ് ബ്ലൂടൂത്ത് എന്നത്. വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള ഡിവൈസുകൾ തമ്മിലാണ് ഇത്തരം ഡാറ്റകൾ നമുക്ക് ബ്ലൂടൂത്ത് വഴി ഷെയർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ബ്ലൂടൂത്ത് എന്നത് ശരിക്കൊരു കമ്പനിയാണ്. 1989 ബ്ലൂടൂത്ത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വയർലെസ് കണക്ഷനാണ്. ഇറ്റ് ഈസ് ആൻ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി സ്പെസിഫിക്കേഷൻ. ഷോർട്ട് റേഞ്ചുകളിലുള്ള മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് തുടങ്ങിയവ വയർലെസ് ആയി പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഡാറ്റകൾ ഷെയർ ചെയ്യാനുള്ള, എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനമാണ് ബ്ലൂടൂത്ത് എന്നത്.
പ്രത്യേക ഡ്രൈവറുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ കൊളാബറേറ്റ് വർക്കിംഗ് ടുഗദറിന് സഹായമാവാൻ വേണ്ടിയാണ് ഇത്തരം ഡിവൈസുകൾ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. തിയററ്റിക്കലി ബ്ലൂടൂത്ത് എനാബിൾഡ് ആയ എല്ലാ ഡിവൈസുമായും പരസ്പരം കണക്ട് ചെയ്ത് ഡാറ്റകൾ ഷെയർ ചെയ്യാനുള്ള സൗകര്യം ഇന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിവൈസിന് മറ്റു വ്യത്യസ്തങ്ങളായ ഡിവൈസുമായി ഒരേ സമയത്ത് കണക്ട് ചെയ്തുകൊണ്ട് ഡാറ്റകൾ ഷെയർ ചെയ്യാൻ ഇന്ന് സാധ്യമാകുന്നുണ്ട്. And Bluetooth require that a low-cost transceiver chip to be included in each device. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സാധ്യമാവാൻ ഡിവൈസുകളിൽ ഒരു ലോ കോസ്റ്റ് ട്രാൻസീവർ ചിപ്പുകൾ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി അതിൽ ഉണ്ടാവണം. ട്രാൻസീവർ എന്ന റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ, ഡാറ്റകൾ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള ചിപ്പുകൾ, അതുണ്ടായാൽ മാത്രമാണ് ഇത്തരം ബ്ലൂടൂത്ത് ഡിവൈസുകൾ വർക്ക് ചെയ്യുള്ളൂ. ഇന്ന് മാനുഫാക്ചർ ചെയ്യപ്പെടുന്ന ഏകദേശം എല്ലാ കമ്പ്യൂട്ടറുകളിൽ, പ്രത്യേകിച്ച് ലാപ്പുകളിലൊക്കെ ഫോണിലൊക്കെ തന്നെ ഇത്തരം ബ്ലൂടൂത്ത് സൗകര്യങ്ങൾ അവൈലബിൾ ആണ്. ഇത്തരം ട്രാൻസീവർ ചിപ്പുകൾ ഓൾറെഡി ഇൻബിൽറ്റായി തന്നെ വരുന്നുണ്ട്. Then the maximum range of a Bluetooth is in 10 meter. Data can be exchanged at a rate of 1 megabyte per second, up to 2 MBs in the second generation of the technology. മാക്സിമം 10 മീറ്റർ ആണ് ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി സാധ്യമാകുക എന്നാണ്. എന്നാൽ ഇന്ന് അതിനേക്കാൾ കൂടുതലുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ സാധാരണ ഒരു സെക്കൻഡിൽ 1 മെഗാബൈറ്റ് ഡാറ്റകളാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. എന്നാൽ സെക്കൻഡ് ജനറേഷൻ ടെക്നോളജിയിൽ അത് ഒരു സെക്കൻഡിൽ 2 MB വരെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് അതിന്ന് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, ലിസ്റ്റ് ഓഫ് ബ്ലൂടൂത്ത് ആപ്ലിക്കേഷൻസ്. ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉള്ള ബ്ലൂടൂത്ത് ആപ്ലിക്കേഷൻസ് ഉള്ള സേവനങ്ങളാണ് ഇനി താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, എ ടൈപ്പിക്കൽ ബ്ലൂടൂത്ത് മൊബൈൽ ഫോൺ ഹെഡ്സെറ്റ്. ഇന്ന് പല ആളുകളും ഉപയോഗിക്കുന്നത് പോലെ മൊബൈൽ ഫോണും ഹെഡ്സെറ്റും, ബ്ലൂടൂത്ത് ഹാൻഡ് ഫ്രീ ഹെഡ്സെറ്റും പരസ്പരം കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷനും അതിലെ വോയിസ് കൺട്രോളിങ്ങിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ സാധ്യമാണ്. നെക്സ്റ്റ്, വയർലെസ് നെറ്റ്വർക്കിംഗ് ബിറ്റ്വീൻ PC. ഷോർട്ട് ഡിസ്റ്റൻസിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട പേഴ്സണൽ PCകൾക്കിടയിൽ ഡാറ്റകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. അവ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്നത് ബ്ലൂടൂത്ത് എന്ന വയർലെസ് നെറ്റ്വർക്കിങ്ങിലൂടെയാണ്. നെക്സ്റ്റ് വൺ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് PC ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസുകളും അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ പരസ്പരം കണക്ട് ചെയ്യാനും ഇന്ന് ബ്ലൂടൂത്തിന് സൗകര്യങ്ങളുണ്ട്. വയർലെസ് മൗസുകൾ, കീബോർഡുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ഫയൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, കലണ്ടർ അപ്പോയിൻമെന്റ് ആൻഡ് റിമൈൻഡർ ബിറ്റ്വീൻ ഡിവൈസസ് വിത്ത് ഒബെക്സ് ഒബ്ജക്റ്റ് എക്സ്ചേഞ്ച്. ബ്ലൂടൂത്ത് ഉപയോഗിച്ചുകൊണ്ട് ഡിവൈസുകൾ തമ്മിൽ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ, കോൺടാക്ട് ഡീറ്റെയിൽസുകൾ, കലണ്ടർ അപ്പോയിൻമെന്റ്സുകൾ, റിമൈൻഡേഴ്സ്, ഇത്തരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, റീപ്ലേസ്മെന്റ് ഓഫ് ട്രഡീഷണൽ വയർഡ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ടെസ്റ്റ് എക്യുപ്മെന്റ്, GPS റിസീവർ, മെഡിക്കൽ എക്യുപ്മെന്റ്, ബാർകോഡ് സ്കാനേഴ്സ് ആൻഡ് ട്രാഫിക് കൺട്രോൾ ഡിവൈസ്. ഈ പറയപ്പെട്ട ഡിവൈസുകളിലൊക്കെ തന്നെ ഡാറ്റകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രഡീഷണലി വിത്ത് വയർഡ് കണക്ഷൻ ആയിരുന്നു. അത് റീപ്ലേസ് ചെയ്യപ്പെട്ട് വയർലെസ് ആയിട്ട് ഇവ തമ്മിൽ കണക്ട് ചെയ്ത് ആശയവിനിമയം നടത്താൻ, ഫയലുകൾ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഇന്ന് സാധ്യമായിട്ടുണ്ട്. നെക്സ്റ്റ്, ഫോർ കൺട്രോൾ ഇൻഫ്രാറെഡ് വാസ് ട്രഡീഷണലി യൂസ്ഡ്. ഇൻഫ്രാറെഡ് കണക്ഷൻ നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട്. ബ്ലൂടൂത്ത് കൂടുതൽ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് ഡാറ്റകൾ, ഫയലുകളൊക്കെ കണക്ട് ചെയ്യാൻ, ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു വയർലെസ് നെറ്റ്വർക്ക് കണക്ഷനാണ് ഇൻഫ്രാറെഡ്. അപ്പോൾ ഇൻഫ്രാറെഡ് എവിടെയൊക്കെ ട്രഡീഷണലി ഉപയോഗിച്ചിരുന്നോ അവിടെയെല്ലാം ബ്ലൂടൂത്ത് ഉപയോഗിക്കാൻ സൗകര്യപ്പെടുന്നു. നെക്സ്റ്റ്, ഫോർ ലോ ബാൻഡ്വിത്ത് ആപ്ലിക്കേഷൻ കേബിൾ ഫ്രീ കണക്ഷൻ ഡിസൈഡ്. ലോ ബാൻഡ്വിത്ത് ഉള്ള, ലോ ഹെർട്സുകളുള്ള, ഫ്രീക്വൻസികളുള്ള ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ, എസ്പെഷ്യലി കേബിൾ ഫ്രീ കണക്ഷൻ ഏറ്റവും ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ബ്ലൂടൂത്ത് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, സെൻഡിങ് സ്മോൾ അഡ്വർടൈസ്മെന്റ് ഫ്രം ബ്ലൂടൂത്ത് എനാബിൾഡ് ഡിവൈസസ്. സ്മോൾ അഡ്വർടൈസ്മെന്റുകൾ ബ്ലൂടൂത്ത് എനാബിൾഡ് ഡിവൈസുകളിൽ നിന്ന് അത്തരം കണക്ട് ചെയ്യപ്പെട്ട ബ്ലൂടൂത്ത് എനാബിൾഡ് ഡിവൈസുകളിലേക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ സാധ്യമാണ്. നെക്സ്റ്റ്, വയർലെസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ 2 ഇൻഡസ്ട്രിയൽ എതർനെറ്റ് നെറ്റ്വർക്ക്സ്. എതർനെറ്റ് വയർഡ് കണക്ഷനാണ്. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളിൽ കമ്പ്യൂട്ടർക്ക് പരസ്പരം കണക്ട് ചെയ്യാനുള്ള ഒരു വയർഡ് കണക്ഷൻ. അവിടെയും അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പരസ്പരം വയർലെസ് ആയി കണക്ട് ചെയ്യാൻ ബ്ലൂടൂത്ത് കൊണ്ട് സാധ്യമാണ്. നെക്സ്റ്റ്, ഇൻ 7th ജനറേഷൻ ഗെയിം കൺസോൾസ്. ഹൈ റെസൊല്യൂഷനുള്ള മറ്റൊരുപാട് ഫെസിലിറ്റികളുള്ള ഒരു റിയൽ പ്ലേയിങ് എഫക്റ്റ്, ഒരു ഫീലിംഗ് കിട്ടുന്ന രൂപത്തിലുള്ള
ഗെയിംസുകളിലൊക്കെ തന്നെ ഇത് വയർലെസ് ആയി റിമോട്ട് പോലത്തെ ബ്ലൂടൂത്ത് ഇൻപുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗെയിമിങ്ങിന് ഇന്ന് സാധ്യമാണ്. നെക്സ്റ്റ്, ഇൻ ഡയലപ്പ് ഇന്റർനെറ്റ് ആക്സസ് ഓൺ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ PDA. പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റിലും അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടറുകളിലൊക്കെ തന്നെ ഡാറ്റ കേബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ് സാധ്യമായിരുന്നത്. അത് ഇന്ന് ബ്ലൂടൂത്ത് കണക്ഷൻ വഴി വയർലെസ് ആയുള്ള മോഡംസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഇന്റർനെറ്റ് സാധ്യമാണ്. നെക്സ്റ്റ്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ആർ മെയിൻ ബ്ലൂടൂത്ത് ഡിവൈസസ്. ഇന്ന് ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉള്ള സൗകര്യങ്ങളുള്ള ഡിവൈസുകൾ, പ്രധാനമായുള്ള ഡിവൈസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. മെനി പ്രൊഡക്ട്സ് സച്ച് as PDA, സെല്ലുലാർ ഫോൺസ്, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്, മോഡം, ഹെഡ്ഫോൺ ആൻഡ് ഹെഡ്സെറ്റ് ആൻഡ് പ്രിന്റേഴ്സ് തുടങ്ങിയ ഒരുപാട് ഡിവൈസുകളിൽ ഇന്ന് ബ്ലൂടൂത്ത് ടെക്നോളജി അവൈലബിൾ ആണ്. ഈ ഡിവൈസുകളൊക്കെ തന്നെയും ബ്ലൂടൂത്ത് ഉപയോഗിച്ച് പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടാൽ ഡാറ്റകളും ഫയലുകളും ഒക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാനും അത് ഒരേ സമയം തന്നെ വ്യത്യസ്തമായ ഡിവൈസുകളിലേക്ക് പരസ്പരം ഷെയർ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും സാധ്യമാണ്. നെക്സ്റ്റ്, വാട്ട് എ കമ്പ്യൂട്ടർ റിക്വയർ ഫോർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്ക് വേണ്ടി ഒരു കമ്പ്യൂട്ടറിന്റെ റിക്വയർമെന്റ്സ്, അതിൽ നിർബന്ധമായി ഉണ്ടാവേണ്ട ഫെസിലിറ്റി ഏതൊക്കെയാണ്? എ പേഴ്സണൽ കമ്പ്യൂട്ടർ മസ്റ്റ് ഹാവ് എ ബ്ലൂടൂത്ത് അഡാപ്റ്റർ ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ബ്ലൂടൂത്ത് ഡിവൈസസ്. ഒരു കമ്പ്യൂട്ടർ മറ്റു ബ്ലൂടൂത്ത് എനാബിൾഡ് ഡിവൈസുമായി കണക്ട് ചെയ്യാൻ, അതായത് മൊബൈൽ ഫോൺ, മൗസ്, കീബോർഡ് തുടങ്ങിയ മറ്റു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുമായി കണക്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധമായും അതിലൊരു ബ്ലൂടൂത്ത് അഡാപ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ടാവണം. ഇന്ന് റീസെന്റ് ഇറങ്ങുന്ന ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറിലൊക്കെ തന്നെ ഇൻബിൽറ്റ് ആയി തന്നെ അത് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം ഫെസിലിറ്റി ഓൾറെഡി ഇല്ലാത്ത കമ്പ്യൂട്ടറുകളിൽ ബ്ലൂടൂത്ത് ഡോങ്കിൾ പോലത്തെ എക്സ്റ്റേണൽ അഡാപ്റ്റർ നിർബന്ധമായും കണക്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, ബ്ലൂടൂത്ത് ഇന്ന് ഏതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. പ്രധാനമായും നാം ഉപയോഗിക്കുന്ന ആപ്പിള്, അതുപോലെ മൈക്രോസോഫ്റ്റ്, ലിനക്സ് തുടങ്ങിയവയുടെയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇന്ന് ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആപ്പിൾ കമ്പനി അവരുടെ മാക് OS XV മുതലും അതുപോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് XP സെർവർ പാക്ക് 2 മുതലും അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ ബ്ലൂടൂത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് എ മൊബൈൽ ഫോൺ റിക്വയർ ഫോർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. എ മൊബൈൽ ഫോൺ ദാറ്റ് ഈസ് Bluetooth enabled is able to pair with many devices. ബ്ലൂടൂത്ത് എനാബിൾഡ് ആയ എല്ലാ മൊബൈൽ ഫോണുകൾക്കും മറ്റു ബ്ലൂടൂത്ത് എനാബിൾഡ് ആയ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പെയറിംഗ് നടത്തി ഡാറ്റകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധ്യമാണ്. നെക്സ്റ്റ്, ബ്ലൂടൂത്ത് ഡിവൈസുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെടുന്നത്, അവ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ എക്സ്ചേഞ്ച് എങ്ങനെയാണെന്നാണ് പറയുന്നത്. പരസ്പരം കണക്ട് ചെയ്യപ്പെടുന്ന ബ്ലൂടൂത്ത് ഡിവൈസുകളിൽ ഒരു മാസ്റ്റർ ഡിവൈസും ഒരു സ്ലാവ് ഡിവൈസും ഉണ്ടാവും, അല്ലെങ്കിൽ ധാരാളം സ്ലാവ് ഡിവൈസുകൾ. ഇതിൽ ഏത് ഡിവൈസിനെയാണോ മറ്റുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത്, അതിൽ ആ സെന്ററിൽ നിൽക്കുന്ന ഡിവൈസ് ആണ് മാസ്റ്റർ ഡിവൈസ്. ആ ഡിവൈസിനായിരിക്കും മറ്റുള്ള ധാരാളം ഡിവൈസുകൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു ലാപ്ടോപ്പ് നമ്മൾ ആദ്യം ഓണാക്കി പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഒരു മൊബൈൽ ഫോൺ അതുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാസ്റ്റർ ലാപ്ടോപ്പും സ്ലാവ് ഡിവൈസ് എന്നത് മൊബൈൽ ഫോണുമാണ്. ഇങ്ങനെ വീണ്ടും ധാരാളം മൊബൈൽ ഫോണുകൾ ഈ ലാപ്ടോപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ലാപ്ടോപ്പ് മാസ്റ്ററും അതുപോലെ മൊബൈൽ ഫോണുകളൊക്കെ സ്ലാവ് ഡിവൈസുകളുമാണ്. ഇങ്ങനെ ഇതുപോലെ ഒരു മാസ്റ്റർ ഡിവൈസിന് മറ്റ് 7 സ്ലാവ് ഡിവൈസുകളുമായി പരസ്പരം കണക്ട് ചെയ്യാനും ഡാറ്റകൾ എക്സ്ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നു. ഇങ്ങനെ മാസ്റ്റർ ഡിവൈസും സ്ലാവ് ഡിവൈസുകൾ ഉൾക്കൊള്ളുന്ന ടോട്ടൽ 8 ഡിവൈസുകളെയാണ്, വയർലെസ് നെറ്റ്വർക്ക് ഗ്രൂപ്പിനെയാണ് പിക്കോനെറ്റ് എന്ന് പറയുന്നത്. ഈ പിക്കോനെറ്റ് നെറ്റ്വർക്ക് ഗ്രൂപ്പിലെ സ്ലാവ് ഡിവൈസുകൾക്ക് വേണമെങ്കിൽ ഡാറ്റകൾ സെൻഡ് ചെയ്തുകൊണ്ട് മാസ്റ്റർ ഡിവൈസായി മാറാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, സെറ്റിംഗ് അപ്പ് കണക്ഷൻ. എങ്ങനെയാണ് ഒരു ബ്ലൂടൂത്ത് എനാബിൾഡ് ഡിവൈസ് മറ്റു ഡിവൈസുകളുമായി കണക്ട് ചെയ്യുന്നത്? ഒരു മാസ്റ്റർ ഡിവൈസ് മറ്റു സ്ലാവ് ഡിവൈസുമായി കണക്ട് ചെയ്യാൻ സ്റ്റെപ്പുകളുണ്ട്. അതിൽ പ്രധാനമായും ചില ഇൻഫർമേഷൻ മാസ്റ്റർ ഡിവൈസിന് ലഭിക്കലാണ്. കണക്ട് ചെയ്യപ്പെടുന്ന ഡിവൈസിന്റെ ഡിവൈസ് നെയിം, ഡിവൈസ് ക്ലാസ്, ലിസ്റ്റ് ഓഫ് സർവീസസ്, അതുപോലെ ടെക്നിക്കൽ ഇൻഫർമേഷൻസ്, അതായത് ഡിവൈസ് ഫീച്ചേഴ്സ്, മാനുഫാക്ചേഴ്സ്, അതിൽ യൂസ് ചെയ്ത ബ്ലൂടൂത്ത് സ്പെസിഫിക്കേഷൻസ് തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം അത് വെരിഫൈ ചെയ്തിട്ടാണ് ഡിവൈസുകൾ പരസ്പരം കണക്ട് ചെയ്യപ്പെടുന്നത്. ബ്ലൂടൂത്ത് ഡിവൈസുകൾ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ അതിൽപ്പെട്ട ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസിനെ കണ്ടെത്താനായി ഇൻക്വയറി നടത്തുന്നു. ദെൻ നേരത്തെ പറയപ്പെട്ട ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്തതിനു ശേഷം പെയറിംഗ് നടത്തുന്നു, കണക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ അവ കണക്ട് ആയതിനു ശേഷം നമുക്ക് ഡാറ്റകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ ചില ഡിവൈസുകൾ
ഒരേ സമയത്ത് ഒരു ഡിവൈസുമായി മാത്രമാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ലെറ്റ് us wind up here. Let us discuss next part in coming videos. For the further details and to clarify your doubts, you can contact me personally or by comment box. Okay, see you. Have a next day.